കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് അകത്തേത്തറ സ്വദേശിനി ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണൻ. MBBS പഠനത്തിന്റെ അവസാന കാലത്താണ് വിഭ തന്റെ സ്വപ്ന ജീവിതം എത്തിപ്പിടിച്ചത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ പാലക്കാട് അകത്തേത്തറ സ്വദേശിയായ വിഭ ഉഷ രാധാകൃഷ്ണനായ ഡോക്ടറായ കഥ വളരെ പ്രചോദനം നൽകുന്നതാണ് ആർക്കും. ഇപ്പോൾ ഡോക്ടർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വത്വം തിരിച്ചറിഞ്ഞത്? ഇങ്ങനെ ഒരു ഡോക്ടർ എന്ന മേഖലയിലേക്കെല്ലാം ട്രാൻസ് വുമൺ മേഖലയിൽ നിന്ന് ആളുകൾ എത്തുന്നത് വളരെ കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഇത്തരം ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഡോക്ടറേറ്റൊക്കെ നേടി ചികിത്സിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. സ്വത്വം തിരിച്ചറിയുക എന്ന് പറയുമ്പം അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല. ചെറുപ്പം മുതലേ നമുക്കുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ വരുമ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലും ഇതെന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് വരുമ്പോഴും അങ്ങനെ അതിനുവേണ്ടി ഹെൽപ്പ് എടുത്ത് പതിയെ ഇതൊരു വലിയ സ്ലോ പ്രോസസ്സാണ്, കൂടുതൽ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ലാസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടിയപ്പോഴാണ് നമുക്ക് നമ്മൾ ആരാണെന്നും നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും പിന്നെ സ്വയം പുറത്തേക്ക് പറയാനുള്ള ധൈര്യം വരാനും ഒക്കെ സാധിച്ചത് അങ്ങനെയാണ്. അത് കോളേജിൽ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴാണ് അതിനുള്ള ധൈര്യവും കാര്യങ്ങളും കൂടുതൽ എല്ലാത്തിനെ പറ്റി ക്ലാരിറ്റിയും ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോഴാണ്. പ്രണയം എന്തോ ഇതിന് കാരണമായിട്ടുണ്ടോ? ഒരു സുഹൃത്ത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവളിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവളുടെ അടുത്താണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പം അവളത് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തത്. ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളൊരു രീതിയിലാണ് എടുത്തത്. പക്ഷെ അതിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഒന്നുമല്ല പറഞ്ഞത്. പക്ഷെ പിന്നീട് പുള്ളിക്കാരിക്ക് മനസ്സിലായി അത് വേറെ ഒരു ക്യൂരിയോസിറ്റി അല്ല എന്നുള്ളത്. അത് അവർക്ക് അറിയാമല്ലോ, കാര്യം പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ കൂടുതൽ എന്നെ സഹായിച്ചതും എല്ലാം ആ സുഹൃത്ത് തന്നെയാണ്. സുഹൃത്ത് അവൾ മാത്രമല്ല, ബാക്കി എൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും. കാരണം കോളേജിൽ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഒരു കോളേജാണ്. അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസും എനിക്ക് കോളേജിൽ നിന്ന് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നതുകൊണ്ടാവാം എനിക്ക് ഒരു മര്യാദയ്ക്കൊന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയതും അധികം ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഫേസ്. കോളേജിൽ നിന്ന് ഇത് ഇങ്ങനെ നമ്മൾ അവരെ എല്ലാം അറിയിച്ചു. അതിനുശേഷം ഈ തീരുമാനം എടുത്തതിന് ശേഷം കോളേജിലേക്ക് പിന്നീട് പോവായിരുന്നു. അതായത് ഇങ്ങനെ താൻ ഇത്തരത്തിൽ ഒരു ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോവായിരുന്നു. അല്ല, അത് തന്നെ പുറത്തേക്ക് വന്നതാണ്. അതായത് എൻ്റെ വളരെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഇവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം വളരെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറഞ്ഞത്. പിന്നെ അത് എന്തോ ഒരു സാഹചര്യത്തിൽ ബാക്കി എല്ലാവരും അറിഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അല്ല, എല്ലാവരും വളരെ നന്നായിട്ടാണ് അത് എടുത്തത്. അത് തീർച്ചയായും ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് പ്രതികരിക്കുക. കാരണം ഞാൻ എൻ്റെ സ്ത്രീത്വമൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ വളരെയധികം സപ്രസ് ചെയ്തിട്ട് കോളേജിൽ ഭയങ്കര ഒരു മാച്ചോ മാൻ ഒക്കെ ആയിട്ടായിരുന്നു ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഒരു ഷോ ഒക്കെ കാണിച്ച്, അതായത് പക്ഷെ എനിക്കറിയാം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണെന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എൻ്റെ അത് പുറത്തേക്ക് അറിയരുത്, അല്ലെങ്കിൽ കാരണം സമൂഹം അതിനെ അങ്ങനെ ആയിരുന്നില്ല കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭാവി എന്താവുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്ന് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഹെൽപ്പ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഒരാളായതുകൊണ്ട് പിന്നെ അത് കമൗട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ അത് എടുക്കുക എന്നുള്ളത്. ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? ഫാമിലി അവർക്ക് ഭയങ്കര ഒരു അതിശയം പോലെ ആയിരുന്നു. പിന്നെ അവർക്ക് കാര്യം എന്താണെന്ന് അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്ത് അമ്മയോടാണ് ആദ്യം പറയുന്നത്. അപ്പം അമ്മയും ഇങ്ങനെ തന്നെ ആദ്യം അതിനെപ്പറ്റി വായിക്കുക, അതിനെപ്പറ്റി എന്താ സംഭവം എന്നൊക്കെ അറിയണം. പക്ഷെ എന്താണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും, എന്നെ ഒരിക്കലും നമ്മളെ വിട്ടു പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അച്ഛനും ബാക്കിയുള്ള ചേട്ടനൊക്കെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാര്യം അറിഞ്ഞപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ബാക്കി അച്ഛനൊക്കെ കുറച്ച് സമയം എടുത്തു. ബട്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ കുഴപ്പമില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ
അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഭാവി പ്രവർത്തനങ്ങൾ? കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ? ഭാവി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം കരിയർ നോക്കണം, PG ചെയ്യണം, പിന്നെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ, ഇപ്പം ഇങ്ങനെ ഒരു ഡോക്ടറാണെങ്കിൽ പോലും പല സ്ഥലത്തും ചിലപ്പോൾ ജോലിക്ക് ഡിസ്ക്രിമിനേറ്റഡ് ആവാറുണ്ട്, ജോലി നമ്മളെ കൺസിഡർ ചെയ്യാതെ വരുന്നുണ്ട്. അപ്പം അറിയാലോ. അപ്പം ബാക്കി ഇപ്പം നോർമലൊരു വിദ്യാഭ്യാസം, ഇത് വലിയൊരു സംഭവമായിട്ട് പറയല്ല, പക്ഷെ ബാക്കി ഇപ്പം വിദ്യാഭ്യാസത്തിലുള്ള അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും അപ്പം എത്രത്തോളം അത് ബുദ്ധിമുട്ടാവാം എന്ന് നമുക്ക് മനസ്സിലാവില്ലേ. ഒരു ഡോക്ടറിന് പോലും ഇത്ര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ് ജോലി കിട്ടാൻ വേണ്ടി എന്നുള്ളത് വരുമ്പോൾ. ഈ ഹോർമോൺ തെറാപ്പി അതെല്ലാം വളരെ പ്രയാസകരമായിരുന്നു. അതിനൊക്കെ വലിയ പിന്തുണ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. ഹോർമോൺ തെറാപ്പിക്ക് അത് വളരെ അത്യാവശ്യം ചിലവുള്ള ഒരു സംഭവമാണ്. അപ്പം ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ കാശൊന്നും കയ്യിലില്ല. അപ്പം വീട്ടുകാർക്ക് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏട്ടനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം കാര്യങ്ങൾ. അപ്പം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഏട്ടനോട് കമൗട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഏട്ടൻ വളരെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്ത് രീതിയിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ എന്നെ തെറാപ്പിക്ക് കൊണ്ടുപോയത് ഏട്ടനാണ്. അപ്പം അത് വളരെ നല്ലൊരു ഭാഗ്യമായിരുന്നു. ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ഈ ഒരു ട്രാൻസ്വുമൻസ് ആയിട്ടുള്ള ആളുകളൊന്നും പലരും ഇത്തരത്തിൽ ഡോക്ടർ എന്ന പദവിയിലേക്കൊന്നും എത്താറില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ നമുക്കറിയാം അവർക്ക് വലിയ വിവേചനം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അവർ ഈ വിദ്യാഭ്യാസ തരത്തിൽ ഉയർന്നു വരുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പം ഭാവിയിൽ അത്തരം ആളുകളെയൊക്കെ കൈപിടിച്ചുയർത്തി അവർക്കും പ്രയത്നിച്ച് ഡോക്ടറാവാം, നമ്മുടെ സമൂഹത്തിലെ വിവിധ നല്ല പദവികളിലേക്ക് എത്താം എന്നുള്ളത് ഒരു ഉദാഹരണമാണ് ഡോക്ടർ. അപ്പം അത്തരം ആളുകളെ ഇനി അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്? അത്തരം ആളുകളെ നമ്മൾ കൈപിടിച്ച് ഉയർത്തല്ല, അവർക്ക് സ്വയം ഉയരാനുള്ള പൊട്ടൻഷ്യൽ അവരുടെ അടുത്തുണ്ട്. നമ്മൾ കൈപിടിച്ച് ഉയർത്തൊന്നും വേണ്ട, അവരോട് വേറൊരു ഏതൊരു മനുഷ്യനോടും നമ്മൾ എങ്ങനെയാണ് അവരോടത്ത് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം ഈക്വലായിട്ട്. ഇവരെല്ലാവരും വളരെ നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ്. അപ്പം അവരെ ഇപ്പോൾ ഒരു സ്കൂളിൽ, ഞാനിപ്പം സ്കൂളിൽ എൻ്റെ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയോ സ്കൂൾ ജീവിതം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അതേസമയം സ്കൂൾ ജീവിതത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കൊണ്ടും ഒക്കെ അവർക്കത് വിടേണ്ടി വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും അവരെ കൈപിടിച്ച് ഉയർത്തല്ല വേണ്ടത്, നമ്മുടെ സമൂഹത്തിനുള്ള മറ്റുള്ളവർ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ നന്നാവണം, അതായത് നമുക്ക് അവർക്കുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ജോലി എന്താണെങ്കിലും അവരെ ഡിസ്ക്രിമിനേറ്റഡ് ആവാതെ നോക്കുക, അത് മാത്രം ചെയ്താൽ മതി. അതെങ്കിലും നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് പേരെ കാണാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. ജോലി സ്ഥലത്തൊന്നും അവരെ ഇങ്ങനെ ചെയ്യരുത്. വളരെ നന്ദി ഡോക്ടർ. ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ ഡോക്ടർക്ക്. ഏതായാലും ഡോക്ടറെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും PG ഉൾപ്പെടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഡോക്ടർ വിഭ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ട്രാൻസ്വുമൻസ് ആയാലും ട്രാൻസ്ജെൻഡർ മേഖലയിലുള്ള ആരെയും കൈപിടിച്ചുയർത്തിയില്ലെങ്കിൽ കൂടെ അവർക്കെതിരെ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെയാണ് ഡോക്ടർ പറയുന്നത്. ഏതായാലും അത് തന്നെയാണ് സമൂഹം ചെയ്യേണ്ടതും. ക്യാമറമാൻ മനുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.